നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൃത്യമായ ഇടവേളകളിൽ നാട്ടിൽ പോയി പരിശോധന നടത്താനാവാതെയും നാട്ടിൽ നിന്നുള്ള ജീവൻ രക്ഷാമരുന്നുകൾ കിട്ടാതെയും നൂറുകണക്കിന് ആളുകളാണ് ഗൾഫ് നാടുകളിൽ കഷ്ടപ്പെടുന്നത്. ഇതാകട്ടെ അവർക്ക് വലിയ മാനസിക പ്രയാസങ്ങളും സൃഷ്ടിക്കുന്നുണ്ട്. മാനസിക സംഘർഷം കൂടിയപ്പോൾ ജീവിതം അവസാനിപ്പിച്ചവരും ഗൾഫ് നാടുകളിൽ ഉണ്ട്. ജീവിതം അവസാനിപ്പിച്ചിട്ടുള്ള കഥകളും ഗൾഫ് നാടുകളിൽ നിന്നും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. സന്ദർശക വിസയിൽ മക്കളോടൊപ്പം താമസിക്കുന്ന പ്രായമായവരും മരുന്ന് കിട്ടാത്തതും കാരണം കടുത്ത മാനസിക സംഘർഷമാണ് അനുഭവിക്കുന്നത്. എന്നാൽ ഇത്തരം ആശങ്കകൾക്ക് അവസാനമാകുന്നുവെന്ന ആശ്വാസ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതെ, കേരളത്തിൽ നിന്നും ജീവൻ രക്ഷാ മരുന്നുകൾ ഇനി മുതൽ പ്രവാസികളുടെ വീട്ടുപടിക്കലെത്തും. മരുന്നുകൾ എത്തിക്കുന്നതിനായി DHL കമ്പനിയുമായി സംസ്ഥാന സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന നോർക്ക കരാറിൽ ഒപ്പുവെച്ചു. വിദേശത്തേക്ക് അയക്കേണ്ട മരുന്നുകൾ പ്രവാസികളുടെ ബന്ധുക്കൾക്ക് റവന്യൂ വകുപ്പിലോ ജില്ലാ മെഡിക്കൽ ഓഫീസിലോ പോലീസിലോ ഏൽപ്പിക്കാവുന്നതാണ്. ഇതിനു മുമ്പായി കൊച്ചിയിലെ കസ്റ്റംസ് ഡ്രഗ്സ് ഇൻസ്പെക്ടറിൽ നിന്നും രേഖകൾ സമർപ്പിച്ച് NOC വാങ്ങണം. ഇത് ഓൺലൈനായും ചെയ്യാവുന്നതാണ്. തുടർന്ന് ഈ മരുന്നുകൾ നോർക്ക ശേഖരിച്ച ശേഷം കാർഗോ വഴി ബന്ധപ്പെട്ട പ്രവാസികൾക്ക് ലഭ്യമാക്കുന്നതാണ് പദ്ധതി. ഇതിൻ്റെ നടപടിക്രമങ്ങൾ ഇപ്രകാരമാണ്. വിദേശത്തുള്ളവർക്ക് മരുന്ന് എത്തിക്കുന്നതിനായി നാട്ടിലുള്ള അവരുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ 84 22 93 00 4 22 93 0000 എന്ന നമ്പറിൽ മിസ് കോൾ അടിക്കണം. മിസ് കോൾ ലഭിച്ചു കഴിഞ്ഞാൽ കൊറിയർ കമ്പനി നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു ലിങ്ക് അയച്ചു തരും. അത് തുറന്ന് നിങ്ങളുടെ സ്ഥലത്തെ പോസ്റ്റൽ പിൻകോഡ് നൽകുക. പിന്നീട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള കൊറിയർ കമ്പനിയുടെ ഓഫീസ് വിവരങ്ങൾ നിങ്ങളെ അറിയിക്കും. ഇതിൽ ഇൻ്റർനാഷണൽ കൊറിയർ അയക്കുമ്പോൾ MIN 20 എന്ന കോഡ് നൽകണം. ഇതുവഴി നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് ലഭ്യമാകും. മരുന്നുകൾ കൊണ്ടുവരേണ്ട വിധം കൊറിയർ കമ്പനി നിങ്ങളെ മൊബൈലിൽ വിളിച്ചറിയിക്കും. കൊറിയർ കമ്പനിയുമായി സംസാരിക്കുമ്പോൾ നിങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന മരുന്നുകളുടെ വിവരം അവരെ പ്രത്യേകം അറിയിക്കണം. നിരോധിച്ച മരുന്നുകൾ കൊണ്ടുവരാൻ സാധിക്കാത്തതിനാൽ മരുന്നുകളുടെ കൃത്യമായ വിവരം അറിയുന്നതിന് വേണ്ടിയാണിത്. തുടർന്ന് മരുന്ന് അയക്കുന്ന ആളുടെ തിരിച്ചറിയൽ രേഖയെ ആധാർ കാർഡ് കോപ്പി, ഡോക്ടറുടെ കുറിപ്പടി, മരുന്ന് വാങ്ങിയ ബിൽ എന്നിവ മരുന്നിനോടൊപ്പം കൊറിയർ കമ്പനി ഏൽപ്പിക്കണം. ബാക്കി നടപടിക്രമങ്ങൾ കൊറിയർ കമ്പനി തന്നെ നിർവഹിക്കും. കൊറിയർ അയക്കുന്നതിന് ആവശ്യമായ പണം അവിടെ തന്നെ കൊറിയർ കമ്പനിക്ക് നൽകണം. കൊടുത്തയക്കുന്ന മരുന്നിനനുസരിച്ച് അതിൻ്റെ ചാർജ് കൊറിയർ കമ്പനി നിങ്ങളെ അറിയിക്കും. മരുന്ന് ഇവിടെ എത്തിയാൽ കൊറിയർ കമ്പനി നിങ്ങളെ അറിയിക്കും. മരുന്നിൻ്റെ സ്വഭാവം അനുസരിച്ച് ചിലപ്പോൾ ആവശ്യമായ ഡോക്ടറുടെ കുറിപ്പോ മറ്റോ ക്ലിയറൻസിനായി ചോദിക്കുകയാണെങ്കിൽ അതുകൂടി ആ സമയത്ത് ബന്ധപ്പെട്ടവർ ഹാജരാക്കണം. നിങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന മരുന്ന് ഇവിടെ എത്തിക്കുവാൻ സാധിക്കുമോ ഇല്ലയോ എന്ന കാര്യം മുൻകൂട്ടി ഉറപ്പാക്കിയ ശേഷം മാത്രം മരുന്ന് വാങ്ങുന്നതായിരിക്കും ഉചിതം. നിങ്ങൾക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടി കൊറിയർ കമ്പനി തയ്യാറാണ്. മരുന്ന് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം കൈമാറുന്ന മരുന്ന് തുറന്നു തന്നെ കൊറിയർ കമ്പനിയെ ഏൽപ്പിക്കുക എന്നതാണ്. അടച്ചു ഭദ്രമാക്കിയ മരുന്നുകൾ കൊറിയർ കമ്പനി സ്വീകരിക്കുകയില്ല. 5 കിലോഗ്രാം വരെ മരുന്നുകളാണ് ഇത്തരത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നത്. തുടർന്ന് കാർഗോ വഴി വിദേശ രാജ്യങ്ങളിൽ എത്തിക്കുന്ന മരുന്ന് വിമാനത്താവളത്തിൽ നിന്ന് പ്രവാസി തന്നെ വന്ന് കൈപ്പറ്റണം. 1-2 ദിവസത്തിനകം മാത്രമേ ഇതിൻ്റെ ക്രമീകരണങ്ങൾ പൂർണ്ണമായി സജ്ജമാകുമെന്നും നോർക്ക വ്യക്തമാക്കുന്നു. സാധാരണഗതിയിൽ ജീവൻ രക്ഷാ മരുന്നുകൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് പ്രവാസികളുടെ പതിവ്. 3 മാസം വരെയുള്ളവ ഇത്തരത്തിൽ ആരെങ്കിലുമായി എത്തിക്കാറുണ്ട്. ഇതിനോടൊപ്പം അത്യാവശ്യ ഘട്ടങ്ങളിൽ പെട്ടെന്ന് നാട്ടിലേക്ക് പോയി വരാം എന്നതായിരുന്നു ഇവിടെ ഇരുന്ന് ചികിത്സ തേടുന്നവരുടെ ഏക ആശ്വാസം. എന്നാൽ കോവിഡ് ഭീതിയിൽ ഇന്ത്യ എല്ലാ അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്കും വിലക്കേർപ്പെടുത്തിയതാണ് പ്രവാസികൾ പ്രതിസന്ധിയിലായത്. അതേസമയം ഗൾഫിൽ നിന്നും സമാനമായ മരുന്നുകൾ വാങ്ങാനാണെങ്കിൽ 5 മുതൽ 10 ഇരട്ടി വരെയുള്ള വില അധികം നൽകേണ്ടി വരും. സാധാരണക്കാർക്ക് ഇത് താങ്ങാനാവാത്ത സ്ഥിതിയാണ്. സന്നദ്ധ സംഘടനകളുടെ കനിവിലാണ് പലരും തൽക്കാലം പിടിച്ചു നിന്നിരുന്നത്. എന്തായാലും സർക്കാർ തലത്തിൽ തന്നെ മരുന്നെത്തിക്കാനുള്ള നടപടി പ്രവാസികൾക്ക് വൻ ആശ്വാസമേകുന്നതാണ്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.